ആ, അങ്ങനെയാണെങ്കിൽ വെള്ളം കുറച്ച് കുടിക്കും. ഇനി ഈ വിവാഹം കൂടി കഴിഞ്ഞാ എപ്പോഴും വെള്ളം കൂടി തന്നെ ആയിരിക്കും. നിനക്ക് എന്നെ കാണുമ്പോ എന്തോ വലിയ ചൊറിച്ചിലാണല്ലേ? അങ്ങനെ നിനക്ക് ചൊറിച്ചിലാണെങ്കിലേ ഇവിടെ വേറെയും കുറച്ച് ആളുകളുണ്ട്, അവിടെ പോയി അങ്ങ് തീർത്താ മതി. സച്ചിയെ കാണാത്ത ടെൻഷനിലിരിക്കുന്ന എന്നെ നീ കൂടുതൽ ടെൻഷൻ ആക്കാതിരിക്കുന്നതാ നല്ലത്. പിന്നെ ടെൻഷൻ ചേച്ചീനെ അറിഞ്ഞുകൂടാത്ത ആളല്ലേ ഞാൻ. സച്ചിയേട്ടനെ കാണാത്തത് കൊണ്ട് മാനസികമായി ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ആള് ചേച്ചിയാണെന്ന് എനിക്കറിയാം. പിന്നെ എല്ലാവരുടെയും മുന്നില് വിഷമം അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. സച്ചേട്ടനെ കാണാതായതിന് പിന്നില് ചേച്ചിയാണെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. എന്താ അങ്ങനെ വല്ലതും ആണോ? ദേ, നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. എനിക്കിപ്പോ എന്തായാലും അവനെ തട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അവന്റെ അവളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാനിത് നടത്തും, വെല്ലു വിളിച്ചോണ്ട് തന്നെ നടത്തും. അതുകൊണ്ട് അവനെ കാണാതായതിന്റെ പിന്നിൽ ഞാനാണെന്നുള്ള സംശയം വേണ്ട. വെറുതെ ഇല്ലാത്ത സംശയം നീ അർച്ചനയ്ക്കൂടെ കൊടുത്തേക്കരുത്. അതിന് അർച്ചനേട്ടത്തിക്ക് അങ്ങനെ ഒരു സംശയം ഇല്ലെന്ന് ആര് പറഞ്ഞു? ചേച്ചിയും ധനുഷിനെയും അർച്ചനേട്ടത്തിക്ക് നല്ല സംശയമുണ്ടെന്ന് അവരുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പറയത്തക്ക തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. ആദ്യം ചെറിയ സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ അർച്ചനേട്ടത്തെ നിങ്ങൾ രണ്ടാളും കൂടെ വന്ന് ആശ്വസിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയില്ലേ? അപ്പോഴാണെന്ന് തോന്നുന്നു അത് വലിയ സംശയമായി മാറിയത്. എനിക്കും സംശയം തോന്നിയത് അപ്പൊ തന്നെ. ദേനക്കെ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് എന്നെ വലിച്ചഴക്കരുതെന്ന്. ഞാൻ അറിയാത്ത കാര്യങ്ങളാ ഇതൊക്കെ. അറിയാത്ത കാര്യമാണെങ്കിൽ ചേച്ചിക്ക് കൊള്ളാം. ഞാൻ ഇപ്പോഴും എന്റെ കൂടെ പിറപ്പായി തന്നെ കാണുന്ന സ്നേഹം വെച്ചുകൊണ്ട് തന്നെ പറയും. ആ ധനുഷിനോടൊപ്പം ചേർന്ന് സച്ചിയേട്ടന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് സച്ചിയേട്ടനെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തില് ചേച്ചിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ദാ ഇപ്പോ ഇവിടെ വെച്ച് അത് നിർത്തുന്നതാണ് നല്ലത്. കാരണം ഇന്ന് വിവാഹത്തിന് മുൻപ് സച്ചിയേട്ടനെ കണ്ടെത്തു എന്ന വാശിയിലാണ് അർച്ചനേട്ടത്തി. അവരൊരു കാര്യം തീരുമാനിച്ചാൽ അറിയാലോ, അതിന്റെ അവസാനം കണ്ടേ പിന്നെ നിർത്തൂ. സച്ചിയേട്ടനെ അർച്ചനേട്ടത്തി കണ്ടുപിടിക്കുന്ന സമയത്ത് ചേച്ചിയുടെ പേരെങ്ങാനും പറഞ്ഞു കേട്ടാ പിന്നെ ചേച്ചിയുടെ കാര്യം പോക്കാം. അതിനു മുൻപേ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആ ധനുഷിന്റെ പെടലിയിലെല്ലാം കെട്ടിവെച്ച് മാപ്പ് സാക്ഷിയാകാൻ നോക്ക്. എന്നിട്ട് എപ്പോഴത്തെയും പോലെ രക്ഷപ്പെട്ട് ഇവിടെ തന്നെ തുടരാൻ നോക്ക്. അല്ലെങ്കിൽ കള്ള കാമുകനുമായി ഒന്നിച്ചിറങ്ങേണ്ടി വരും ഇവിടുന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്, കാമുകനുമായി ദുരിതം പിടിച്ചൊരു ജീവിതം ജീവിക്കണോ അതോ ഇവിടെ തന്നെ മര്യാദയ്ക്ക് നിൽക്കണോ? അങ്കിൾ, ചായ അവിടെ വെച്ചേക്ക്. മോളെ, നീ എവിടേക്കാ? എന്റെ സച്ചിൻ എവിടെയാണോ ഉള്ളത് അവിടേക്ക്. നീ എന്താ മോളെ പറയുന്നത്? നീ എവിടെയെന്ന് കരുതി പോകുന്നത്? പോലീസ് അന്വേഷിക്കുമല്ലേ, അവനെ അവർ കൊണ്ടുവരും. നമുക്കും അന്വേഷിക്കാം. അതിനിവിടെ അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും വിവാഹത്തിന്റെ തിരക്കിലല്ലേ അച്ഛ? അതെല്ലാം കഴിഞ്ഞു വരുന്ന നിങ്ങളെ നോക്കിയിരിക്കാൻ എനിക്കാവില്ല. നാട് വിട്ടുപോയ മകൻ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന അനുഭവമുള്ള അച്ഛന്
അതുപോലെ തന്നെ ഇതിനെയും കാണാനാവുമായിരിക്കും. എന്നാ എനിക്കങ്ങനെയല്ല. സച്ചേട്ടനെ എനിക്ക് രക്ഷിക്കണം. രക്ഷിക്കാൻ മാത്രം അപകടത്തിലാണെന്ന് നിനക്കെന്താ ഉറപ്പ്? എവിടെയാണെന്ന് പറഞ്ഞ മോളി പോകാൻ ഇറങ്ങിയത്, അതും ഒറ്റയ്ക്ക്? അച്ഛൻ എൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഞാൻ തിരിച്ചു വരും. അത് പോകുന്നത് പോലെ ഒറ്റയ്ക്കാവില്ല. സച്ചേട്ടനെ കൊണ്ട് തന്നെ ഞാൻ വരും. മോളെ, ഏട്ടത്തി ഏട്ടത്തി ഒറ്റയ്ക്ക് ഇത് എവിടേക്കാ? സച്ചി ഏട്ടൻ എവിടെയാന്നുള്ള എന്തെങ്കിലും സൂചന കിട്ടിയിട്ടാണോ ഈ പോകുന്നേ? ഒരു സൂചനയില്ല. പക്ഷെ ഞാൻ എൻ്റെ സച്ചേട്ടനെ കാണും. അതെനിക്ക് ഉറപ്പാ. അങ്ങനെ കാണാനും രക്ഷപ്പെടുത്താനും എനിക്ക് പറ്റിയില്ലെങ്കിൽ അർച്ചനയെ ഇനി ആരും കാണില്ല. സച്ചിദാനന്ദനില്ലെങ്കിൽ അർച്ചനയില്ല. അർച്ചനയുടെ ജീവിതം പൂർണ്ണമാവില്ല. എന്തായാലും ഏട്ടത്തി ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. എന്നെയും കൂടെ കൊണ്ടുപോയിക്കൂടെ ഏട്ടത്തിക്ക്? അത് ശരിയാവില്ല മോളെ. തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്തൊരു യാത്ര ചെയ്ത് എന്തെങ്കിലും പറ്റിയാ അതെനിക്ക് മാത്രം മതി. ഈ വീട്ടിൽ ആരും എന്നോട് പറയാത്തൊരു കാര്യമാണ് നീ ഇപ്പം എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറയുകയും ചെയ്തു മോളെ. സച്ചേനെ കണ്ടില്ലെങ്കിലുള്ള കാര്യം മാത്രമേ ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. എന്നാ കണ്ടു കിട്ടിയാൽ നടക്കുന്നത് വേറെ ആയിരിക്കും. ഇന്നത്തെ വിവാഹത്തിന് നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ അവിടെ പോകണം, അതിൽ പങ്കെടുക്കണം. ഏതെങ്കിലും വിധേന എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഞാൻ നിന്നെ അപ്പം വിളിക്കും. പിന്നീട് നീ ചെയ്യാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നുണ്ട് രണ്ടാമത് പറഞ്ഞതാണ് നടക്കാൻ സാധ്യതയുള്ളതെന്ന്. ഞാൻ സച്ചേട്ടനെ കണ്ടെത്തുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് വെറുതെ ഇറങ്ങി പോകുന്നതല്ല. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് ശരിയായി വന്നാൽ ഞാൻ ഉടനെ തിരിച്ചു വരും. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഞാൻ മുന്നിട്ടിറങ്ങുമ്പോഴൊക്കെ ഈശ്വരൻ എന്നെ കൈവിടാറില്ല. ആ പ്രതീക്ഷയിൽ തന്നെയാണ് എപ്പോഴും ഞാൻ ഇറങ്ങുന്നതും. എല്ലാത്തിലും നീ ജയിച്ചു എന്നുള്ള അഹങ്കാരത്തിൻ്റെ ചിരി ഇപ്പം നിൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. അത് മുഖത്ത് പ്രകടമാകുന്നില്ലെങ്കിലും ഉള്ളിൽ അങ്ങനെ ആഘോഷിക്കുന്നുണ്ട് നീ. ആ ആഘോഷം നിന്റെ മുഖത്തേക്ക് വരുന്നൊരു സമയമുണ്ടല്ലോ, നിന്റെ വിവാഹ മുഹൂർത്തത്തിൻ്റെ സമയം. ആ സമയത്ത് ഞാൻ വരുന്നുണ്ട് നിന്റെ മുന്നിലേക്ക്, എൻ്റെ സച്ചേട്ടനോടൊപ്പം. പലതവണ പറഞ്ഞ് നീ കേട്ടുമടുത്ത കാര്യം ഞാൻ ഇപ്പം ആവർത്തിക്കാം. ഈ വിവാഹം നടക്കില്ലടാ. ഞാനത് മുടക്കും. എൻ്റെ സച്ചേട്ടനോടൊപ്പം നിന്ന് തന്നെ.
അർച്ചനെ 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 നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിനക്കെന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. നീ കരയാണോ? എന്തു പറ്റി? എന്തിനാ കരയുന്ന? കാര്യം പറ. എന്താ അർച്ചന? കാര്യം പറ. നീ പറഞ്ഞത് കേട്ടിട്ട് സച്ചി ആരോ ട്രാപ്പിലാക്കിയത് തന്നെയാണെന്ന് എനിക്കും തോന്നുന്നത്. പക്ഷേ നീ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയാ ഏതുവരെ പോവും? അതും സച്ചി എവിടെയാണെന്നോ ആരാണ് ഇതിൻ്റെ ഒക്കെ പിന്നിലെന്നോ അറിയാതെ. അതൊന്നും എനിക്കറിയില്ല ഗംഗ. എൻ്റെ സച്ചിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ മാത്രമുള്ളൂ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാനായിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങിയത്. ഇപ്പോഴും എനിക്കറിയില്ല എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടതെന്നോ എവിടെയാണെങ്കിൽ തുടങ്ങേണ്ടതെന്നോ ഒന്നും. ഞാൻ സച്ചിനെ കണ്ടെത്തുന്നൊരു ആത്മവിശ്വാസം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. ഇനി അഥവാ എന്നെ കൊണ്ടതിന് സാധിച്ചില്ലെങ്കിൽ ഈ വിവാഹം നടക്കും. അങ്ങനെ നടന്ന സച്ചിനെ പോലെ തന്നെ എന്നെ ഇനി ആരും കാണാൻ പോകുന്നില്ല. നീ കണ്ടെത്തുമെന്നുള്ളൊരു ആത്മവിശ്വാസം നിനക്കുണ്ടല്ലോ, അത് മാത്രം മതി സച്ചിയെ നിനക്ക് കണ്ടുപിടിക്കാൻ. എങ്ങോട്ടാ ആദ്യം പോകേണ്ടതെന്ന് ഞാൻ പറയാം. സച്ചിയുടെ കാർ എവിടെ കണ്ടെത്തിയത്? അത് ബീച്ചിനടുത്ത്. ആ കാറിൽ നിന്ന് തുടങ്ങണം. അവിടെ പോയി നമുക്ക് അന്വേഷിക്കാം. അവിടുന്ന് പിന്നെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് കാറ് കണ്ട ശേഷം ആലോചിക്കാം. കാറിലങ്ങനെ തെളിവുകളൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പോലീസിന്റെ കയ്യിലാണ്. പിന്നെ അവിടെ പോയിട്ട് വെറുതെ ഒന്ന് പോയി നോക്കാം. പോലീസിന് കാണാൻ കഴിയാത്ത എന്തെങ്കിലും നമ്മുടെ കണ്ണിൽ കണ്ടാലോ? നീ കൂടുതലായിട്ട് ഒന്നും ആലോചിക്കണ്ട. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. നീ കാറിൽ കയറി. ബാക്കിയൊക്കെ ആ കാറ് കണ്ടതിന് ശേഷം തീരുമാനിക്കാം. വാ. പോ. താൻ ടെൻഷനാവണ്ട. സർജറി വേഗം കഴിയുന്ന ഡോക്ടർ പറഞ്ഞത്. ഇന്നത്തോടെ ആ ഒരു ടെൻഷൻ മാറുമല്ലോ. നമ്മുടെ കുഞ്ഞിനെ ഇന്ന് നമുക്ക് കാണാം. എനിക്കറിയാം എന്നെക്കാൾ ടെൻഷൻ നിനക്കാണെന്ന്. സച്ചേട്ടനെ കാണാനില്ലാത്തതും സർജറിയില് എനിക്കും നമ്മുടെ കുഞ്ഞിനും എന്തെങ്കിലും പറ്റുമെന്നും അങ്ങനെ ഒരുപാട് ടെൻഷൻ മറച്ചു വെച്ചല്ലേ നീ ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നത്. എല്ലാം വരുന്ന പോലെ വരട്ടെ സന്ദീപേ. നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. ഈശ്വരനായിട്ട് തന്നെ എല്ലാം നടത്തിത്തരും. രാവിലെ എടുത്ത സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ഒന്ന് വേണം. അത് ലാബിൽ നിന്ന് കിട്ടിയില്ല സിസ്റ്റർ. ഞാൻ ചോദിച്ചപ്പോൾ ആയില്ലെന്നാ പറഞ്ഞു. ആണോ? അത് ഞാൻ ലാബിൽ നിന്ന് എടുത്തോളാം. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യണം. സ്കാനിംഗ് റിപ്പോർട്ട് ഡോക്ടർ നോക്കിയതിന് ശേഷം ഞാൻ വന്ന് പറയാം. എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ശരി സിസ്റ്റർ. ഈശ്വര, ഇനി അതുവരെ ടെൻഷൻ അടിക്കണമല്ലോ.
എന്റെ ഈശ്വരന്മാരെ. ഇവനെ എപ്പോഴാണ് അഴിച്ചുവിടേണ്ടത്? ഉച്ചയാവുന്നതോടെ സാറിന്റെ വിവാഹം കഴിയും. അതിനുശേഷം എപ്പോൾ വേണേലും ഇവനെ അഴിച്ചുവിടാം. ഇനി ആരും അറിയാതെ ഇവനെ ഇവന്റെ കാറിന്റെ അടുത്ത് എത്തിക്കുന്നത് റിസ്ക് അല്ലേ? വിളിച്ചോണ്ട് വന്നിടത്ത് തന്നെ തിരിച്ചുകൊണ്ട് വിടാൻ ഇവനാരാ? നിന്റെ മുറച്ചിറക്കണോ? സാറ് പറഞ്ഞ സമയമാകുമ്പോൾ നമ്മൾ പോകും. പിന്നെ രക്ഷപ്പെടുന്നതും ഇവിടെ കിടന്ന് ചാവുന്നതൊക്കെ അവന്റെ വിധി പോലിരിക്കും. ഹലോ സർ, ആണോ? അത് ഞാൻ നോക്കിക്കോളാം. സാർ ധൈര്യമായിട്ടിരിക്കെ. ശരി സാർ. പോലീസ് ലോക്ക് ചെയ്തിരിക്കാന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുമായിരുന്നു.